കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ജീവനുള്ള കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ വിലയേറിയ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കാൻ ആദ്യമായി ദൈവത്തിന് നമ്മൾ നന്ദി സ്തോത്രം കരയറ്റുന്നു. പലവിധമായ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനയുടെയും മധ്യത്തിൽ കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അനുഗ്രഹം നൽകുന്നവൻ ദൈവം മാത്രമാണ്. ആ അനുഗ്രഹം നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം പേറുവാൻ ഒന്നേ മാത്രമേ ഉള്ളൂ, അവൻ്റെ മുഖത്തേക്ക് വിനയത്തോടെ നോക്കുക. ആ മുഖത്തേക്ക് വിനയത്തോടെ നോക്കുമ്പോൾ, ആശ്രയം വയ്ക്കുമ്പോൾ, അത് നമ്മളെ കരുതുന്ന, അത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ, നമ്മുടെ വേദനയെ കുറച്ചു നൽകുന്നവൻ, സൗഖ്യം നൽകുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ വന്നുചേർന്നിരിക്കുന്ന എല്ലാവരെയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുക. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ ഒരു കാര്യം ഇതാ: നമ്മുടെ പ്രിയമുള്ളവരെ ആരാധനയിലേക്ക് കൊണ്ടുവരിക. എപ്പോഴും സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, അവരെ സഭ കരുതുന്നു എന്നവർക്ക് മനസ്സിലാകുവാൻ, പ്രായാധിക്യത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അപ്രകാരമായി തീരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ എടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവർ, അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിരിക്കണം. പിശാച് പല വിധത്തിലുള്ളതായ അന്ധകാരത്തിൻ്റെ ശക്തി കൊണ്ടുവരും. അതിലൊന്നും നമ്മൾ യാതൊരുതരാകരുത്. നമ്മുടെ പ്രിയമുള്ളവർ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടെ അവരായിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ കരങ്ങളിൽ അവരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവം ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് ഒന്നാം പാഠമായി വായിച്ചതായ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം: അബ്രഹാം വയസ്സു ചെന്ന വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അബ്രഹാം വയസ്സു ചെന്ന വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പ്രായം ഒരു തടസ്സമല്ല. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം, വിശ്വാസിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം. അതിനപ്പുറമായി നമുക്ക് പറയാൻ ആഗ്രഹിക്കുവാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ദൈവം പറയുന്ന പോലെ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ ദാസൻ. എത്രത്തോളം ഈ അബ്രഹാം അനുസരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു അറുതിയില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 4 കാല അളവാണ് ഉള്ളത്. 4 കാലയളവുണ്ട്. 1 എന്ന് പറയുന്നത് നമുക്കറിയാം ശൈശവം, ശിശുപ്രായം. 2 നമുക്കറിയാം നമ്മൾ ഓടി നടക്കുന്നതായ നമ്മുടെ കൗമാരപ്രായം. 3 നമുക്കറിയാം ആരെയും കൂസാത്തതായ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന വെല്ലുവിളിക്കുന്നതായ യുവത്വം. 4 നമുക്കറിയാം വാർദ്ധക്യം, ക്ഷീണം. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, നമ്മെ ശക്തിപ്പെടുത്തുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് ദൈവികമായ സാന്നിധ്യമാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാട്ടെ, അവരവിടെ ഇരുന്നോളും, അവർ വചനം കേട്ടോളും കേട്ടോ. അപ്പോൾ എന്താണ് ദൈവം? അതെ, ദൈവത്തെ ആരനുസരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ആര് ഏറ്റെടുക്കുന്നു എന്നുള്ളത്, അവിടെയാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. പാശ്ചാത്യ നാട്ടിലുള്ള ആളുകൾ പറയും 60 കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യമാണ്. നമ്മുടെ ഇടയിൽ നമ്മൾ സാധാരണ ഇന്ത്യക്കാരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? 70 കഴിഞ്ഞാലേ വാർദ്ധക്യമുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാലയളവ് നമുക്കൊരു വിഷയമല്ല. നമ്മുടെ വിഷയം എന്നുള്ളത് നാം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രായാധിക്യത്തിലും ഈ രോഗത്തിന് മധ്യത്തിൽ കടന്നു പോകുമ്പോഴും ഈ ആരോഗ്യമുള്ളപ്പോഴും ഈ ദൈവത്തെ ആരാധിക്കുമ്പോഴും ആരാധിക്കാതിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്
ഞാൻ നീ ഏതവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മെ കൈവിടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവിടാത്തവനായ ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു പോയോ? പലപ്പോഴും നമ്മൾ പറയും, എൻ്റെ ദൈവമേ ഇതൊന്നും നീ കാണുന്നില്ലേ? എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിശബ്ദരായി ഹൃദയംഗമായി ദൈവത്തിന് മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമില്ല, അവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല, അവൻ എന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. സംഗീതകാരൻ അതാ പറയുന്നത്, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ! എത്ര ശക്തമായ ദൈവത്തിൻ്റെ വചനമാണ്. ഒരു നാളും ഉപേക്ഷിക്കാത്തതായ ഒരവസ്ഥ നമുക്കറിയാം. ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രിയമുള്ളവരൊക്കെ കാണിക്കുന്ന പണി, സമൂഹത്തിലൊക്കെ ചെയ്യുന്ന പണി എന്തുവാണ്? എത്ര നികൃഷ്ടമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിറന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓടയിലൊക്കെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിൽ ഏതുവിധനെയും മനുഷ്യനെ ഉപേക്ഷിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ദൈവജനവും ദൈവത്തിൻ്റെ മക്കൾക്കും പറയുവാൻ കഴിയും, ഇല്ല, അത് പാപമാണ്, ദൈവം എന്നെ കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയുവാനായിട്ട് കഴിയും. ഇത് പറയുവാനും ഇത് വിശ്വസിക്കുവാനും ഇത് ഏറ്റെടുക്കുവാനും നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അബ്രഹാം വയസ്സു ചെന്ന് വൃദ്ധനായി. അത് മനുഷ്യ സഹജമാണ്. വൃദ്ധനാകുന്നത്, ബാല്യക്കാരനായിരിക്കുന്നത്, യൗവനക്കാരനായിരിക്കുന്നത്, അതൊരു മനുഷ്യ ജീവിതത്തിൻ്റെ ഘടകങ്ങളാണ്. എന്നാൽ അതൊന്നും ദൈവസന്നിധിയിൽ പ്രത്യേകതയുള്ള കാര്യങ്ങളൊന്നുമല്ല. ദൈവം പറയുന്നു, നീ ശൈശവമായിരുന്നപ്പോഴും, നീ ബാലനായിരുന്നപ്പോഴും, നീ കൗമാരക്കാരനായിരുന്നപ്പോഴും, നീ യുവാവായിരുന്നപ്പോഴും, നീ വൃദ്ധനായിരുന്നപ്പോഴും ഞാനാണ് നിന്നെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ അവസ്ഥയിലൂടെ ഈ ലോകത്ത് ജനിച്ച എല്ലാവരും കടന്നുപോയിട്ടുണ്ട്. അതിന് മധ്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത് ആ ദൈവമായിട്ടുള്ളതായ ആ വലിയ ബന്ധമാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നു. എന്താ പറയുന്നത്? എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തതിനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. ദൈവത്തെ മാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തലമുറ എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ കരുതലിനെയും സ്നേഹത്തെയുമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാഗ്ദത്ത സന്തതിയായിരിക്കുന്നതായ ഇസ്ഹാക്കിന് അതേ ഒരു ഭാര്യയെ എടുക്കുന്നത് കനാന്യ, അതേ സ്ത്രീകളിൽ നിന്നായിരിക്കരുത് എന്ന് പറയുന്നതായ ഒരു ദൈവത്തിൻ്റെ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നു. എന്താണെന്ന് കാരണം? ഒരുപക്ഷേ ഈ ദൈവസ്നേഹത്തെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്റെ തലമുറയെയും നീ കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതായ ആ ദൈവത്തിൻ്റെ വാക്യത്തെ ഇവിടെ കാണുവാൻ കഴിയും. ഇന്ന് നമ്മൾ വായിച്ച സംഗീതം എത്ര മനോഹരമാണ്. അതിൻ്റെ 92-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സംഗീതക്കാരൻ പറയുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ആര്? ദൈവഭക്തന്മാർ, ദൈവഭക്തിമതികൾ. ഹല്ലേലൂയ! അവരുടെ പ്രായം ഒരു വിഷയമല്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവരെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുമ്പോൾ, ഒരാൾ ഇരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. ചില മുഖങ്ങൾ പറയുന്നു, എൻ്റെ ദൈവമേ എന്നും ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വരാമായിരുന്നു. അങ്ങനെ വിളിച്ചു പറയുന്ന ആ മുഖങ്ങൾ എനിക്ക് വായിച്ചെടുക്കാം. ചിലരുടെ മുഖം വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവമേ ഈ വചനമൊക്കെ ഞങ്ങളുടെ മക്കൾ കേട്ട് ഒന്ന് അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതം എത്ര പച്ച പിടിച്ചായിരുന്നു എന്ന് ചിന്തിക്കുന്ന വിളിച്ചു പറയുന്ന ആ മുഖങ്ങൾ. എത്രയോ ജീവിതങ്ങൾ ഇന്ന് ഭവനങ്ങളിൽ ഇരുട്ടറകളിൽ ഭയന്ന് വിറച്ച് കഴിയുന്നുണ്ട്. എന്തായിരിക്കും മക്കളുടെ പ്രതികരണം എന്ന് ഓർത്ത്. അതുകൊണ്ട് ദൈവം കൈവിടാത്തവനായി കൂടെയുണ്ടായി എന്നുള്ള ചിന്തയിൽ നമ്മളും എല്ലാവരും ഈ പ്രായത്തിലൂടെ കടന്നു പോകും എന്നുള്ള ചിന്ത
എപ്പോഴും നമ്മയും ഭരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സംസാരിച്ചതിലൊക്കെയും വരുന്നത് ഇതൊന്നും ഈ പ്രായത്തിലൊന്നും ഞാൻ കടന്നു പോവുകയില്ല എന്നുള്ള രീതിയിലാണ്. അല്ല, എത്ര ആരോഗ്യമുള്ളവനും ഈ പ്രായത്തിലൂടെ കടന്നുപോയി ദൈവം ആയുസ് തന്നാൽ കടന്നുപോയേ മതിയാവും. അതുകൊണ്ട് എനിക്കെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്കെൻ്റെ മാതാപിതാക്കളോട് ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയണം. അവിടെയാണ് ജീവിതം യാഥാർത്ഥ്യമാകുന്നത്. വളരെ മുമ്പോട്ട് പോകാം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വേദനകളെ ആശ്വാസമാക്കി തീർക്കുന്നവൻ. ഇന്ന് വായിച്ചതായ രണ്ടാം ഭാഗം വിശുദ്ധ തീമോഥെയോസിന്റെ 2-ാം ലേഖനം അതിൻ്റെ 1 മുതൽ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെ വായിക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. അവിടെ പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വലിയ തടവറയിലായിരുന്നു. വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയായി അവിടെ തടവറയിൽ കഴിയുമ്പോൾ തീമോഥെയോസിനെ കുറിച്ച് തീമോഥെയോസിന് ലേഖനം എഴുതുകയാണ്. തീമോഥെയോസേ, നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. നീ ദൈവത്തെ മുറുകെ പിടിച്ചവനായിരിക്കണം. ദൈവത്തിൽ നിന്ന് വ്യതിരിച്ചു പോകരുത്. തടവിൽ വേദനയിൽ കഴിയുന്നതായ പൗലോസ് അതേ ജ്ഞാനം കൊടുത്തുകൊണ്ട്, ജ്ഞാനം പകർന്നുകൊണ്ട് തീമോഥെയോസിനെ ബലപ്പെടുത്തുകയാണ്. എന്താണ് വേദന എന്ന് പറയുന്നത്? അദ്ദേഹം ഇരുന്നു കൊണ്ട് എഴുതിയ ചരിത്രം എന്ന് പറയുമ്പോൾ ഈ വേദനകളിൽ ആശ്വാസം ഈ പൗലോസിന് ലഭിക്കുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ്. വേദനയില്ല എന്നുള്ളതല്ല, ഭാരമില്ല എന്നുള്ളതല്ല, ഉണ്ട്. അതിൻ്റെ മധ്യത്തിൽ അവനെ ആശ്വസിപ്പിക്കുന്നത്, അവനെ ബലപ്പെടുത്തുന്നത് യേശുവുമായിട്ടുള്ളതായ വ്യക്തിപരമായ ബന്ധമാണ്. എൻ്റെ കർത്താവ് എൻ്റെ രക്ഷിതാവാണ്. എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് കൊള്ളുന്നവനാണ്. എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുക്കുന്നവനാണ്. എൻ്റെ കർത്താവ് സകലത്തിലും മതിയായവനാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിലെ 12-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അതിശക്തമായി പൗലോസ് വിളിച്ചു പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സകലത്തിനും മതിയാകുന്നതായ ഒരു യേശുവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പൗലോസ് വിളിച്ചു പറയുകയാണ്. ഏത് കാര്യത്തിനാണ് എന്നെ വേർപിരിക്കാൻ കഴിയുന്നത്? കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ പട്ടിണിയോ എന്തെന്നെ വന്നാലും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേദനകളിൽ ആശ്വാസം നൽകുന്നവൻ. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവിക പ്രമാണങ്ങളെ നെഞ്ചോടെ ചേർത്ത് പിടിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. ദൈവികമായ പ്രമാണങ്ങളെ നെഞ്ചോടെ ചേർത്ത് വയ്ക്കുന്നവർ. ഇന്ന് വായിച്ചതായ സുവിശേഷ ഭേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-7 വായിക്കുമ്പോൾ അവിടെ നമുക്കത് കണ്ടെത്തുവാനായിട്ട് കഴിയും. പ്രായാധിക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായ വന്യവയോധികരെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നാം കാണുന്നത് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ സകലകൽപ്പനകളും ന്യായങ്ങളിലും കുറ്റമല്ലാത്തവരുമായി നടക്കുന്നവരും ആയിരുന്നു. സെക്കരിയാനെക്കുറിച്ചും എലിസബത്തിനെ കുറിച്ചും അവിടെ പറയുകയാണ്. വാർദ്ധക്യ സഹജമായി യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്കരിയാവ് എന്ന പേരുള്ള പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹ്റോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേര്. 2 പേരും പ്രായം ചെന്നവരായിരുന്നു. എലിസബത്തിന് പ്രസവപ്രായം കഴിഞ്ഞ വ്യക്തിയായിരുന്നു. എന്നാൽ ഇവിടെ നാം കാണുവാൻ കഴിയുന്നത് അവരെക്കുറിച്ച് പറയുന്നത് അവർ 2 പേരും ഹല്ലേലൂയ ദൈവഭക്തരായിരുന്നു എന്നുള്ളതാണ്. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിൻ്റെ സകലകൽപ്പനകളും ന്യായപ്രമാണങ്ങളിലും കുറ്റമല്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് അത് പറയുവാനായിട്ട് കഴിയുമോ? ഏതവസരത്തിലാണെങ്കിലും ഏത് പ്രായത്തിലേക്ക് കടന്നു പോകുമ്പോഴും അതെ ഇത് നമുക്ക് പറയുവാനായിട്ട് കഴിയണം. അതെ, മാതാപിതാക്കൾക്ക് ശാരീരികവും മാനസികമായ ക്ഷീണം അനുഭവിക്കുന്നവർക്ക് പരിചരണം നൽകുവാൻ ഈ കാലഘട്ടങ്ങളിൽ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും അതിന് നമുക്ക് ക്ഷമ കിട്ടാറില്ല. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, ഒരു 60-70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം
നമ്മുടെ മാതാപിതാക്കളും പ്രിയമുള്ളവരൊക്കെയും കുഞ്ഞുങ്ങളുടെ മനസ്സിനുടമയായി തീരുകയാണ്. പ്രത്യേകിച്ച് കൊച്ചുമക്കളോടൊക്കെ ഭയങ്കരമായ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പിഞ്ചു മനസ്സുകളെ നമ്മളെങ്ങനെ കാണുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അവരുടെ ജീവിത ചേഷ്ടകളെയും അവരുടെ വൈകാരികമായ പല കാര്യങ്ങളിലും നമ്മൾ ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടവരാണ്. നമ്മൾ നടക്കുന്ന പോലെ ഒപ്പം നടക്കാൻ അവർക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല, നടക്കുവാൻ കഴിയുകയില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നിട്ടല്ല, പക്ഷേ അവരുടെ ശരീരം അവന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ശാരീരികമായും മാനസികമായും ക്ഷീണങ്ങളെ സംഭവിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ കാണുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ആരാധന കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ കുഞ്ഞുമക്കളുടെ സാന്നിധ്യമില്ലാതെ, മക്കളുടെ കരുതലില്ലാതെ ഒരു നീർക്കണ്ണുനീര് പോലും ആരുടെയും കണ്ണിൽ നിന്ന് വീഴുവാൻ പാടില്ല. സഭയുടെ കരുതലില്ലാതെ, പ്രിയപ്പെട്ടവരുടെ കരുതലില്ലാതെ, ഒരു വ്യക്തിയുടെയും, പ്രായമുള്ള ഒരു വ്യക്തിയുടെയും ശാരീരികമായ മറ്റ് വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവരുടെയും വേദനകൾ, കണ്ണുനീർ ഇവിടെ വീഴുവാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ മാത്രമേ അവരെ കാണുവാനും, അവരെ പരിചരിക്കുവാനും, അവർ വയ്യാതെ വരുമ്പോൾ ഓടിപ്പോയി അവരെ കാണുവാനും അത് നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. എന്ന് അതിനുവേണ്ടി ഒരു വലിയ വെല്ലുവിളി ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരോഗ്യമുള്ള നമുക്ക് കർത്താവ് നൽകുക അത്രേ ചെയ്യുന്നത്. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നിനക്ക് കഴിവുണ്ടെങ്കിൽ, അതേ നിൻ്റെ ഭവനത്തുള്ളവരെ, നിൻ്റെ ചുറ്റുപാടുമുള്ള പ്രായാധിക്യമുള്ളവരെ, ക്ഷീണം സംഭവിച്ചവരെ കരുതുവാൻ നിങ്ങൾക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് ആരാധനയിൽ വളരെ ഭാരത്തോടെ, പ്രയാസത്തോടെ വന്നു ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സഭയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇവിടെ. അതിലുപരിയായി നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന അരുമനാഥനായ ഒരു കർത്താവുണ്ട്. ആവുന്നത്തോളം ദൈവാഴ്ത്തി വരിക. ഒരനാഗ്രഹമുള്ളപ്പോൾ ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളെ ചെയ്യാവുന്നതാണ്. എന്നെ കേൾക്കുന്നതായി പ്രിയമുള്ളവരെ, ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആരാധിക്കാതിരിക്കുവാനായിട്ട് പാടില്ല. കർത്താവിൻ്റെ ശരീരത്വം അതേ ഭക്ഷിക്കുകയും പാനം ചെയ്യണമെന്ന് ആർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് കിട്ടാതെ നിങ്ങൾ പോകുമ്പോൾ അത് ഞങ്ങളാണ് ഉത്തരവാദികൾ. വളരെയേറെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ, ഞങ്ങൾ രണ്ടച്ഛന്മാർ ഈ സഭയിലുള്ളപ്പോൾ, ഒരു കുഞ്ഞു പോലും, ഒരു വ്യക്തി പോലും അതേ കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാൻ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോകുന്നുവെങ്കിൽ ഞങ്ങൾ ഒരു നാൾ ഉത്തരം പറയേണ്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അറിയാതെ അത് പോകരുത്. നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ രോഗികളായി കഴിയുമ്പോൾ ഞങ്ങൾ അറിയിക്കാതിരിക്കരുത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ വന്ന് കാണുന്നത്, പ്രാർത്ഥിക്കുന്നത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് അതേ ചേർത്ത് പിടിക്കുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. നമ്മളെ ആശ്ലേഷിക്കുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. യേശു നമ്മുടെ കണ്ണിനെല്ലാം തുടയ്ക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.